showers we flee, but for the showers we flee. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി.ടി. കാസിം, അതുപോലെ പ്രിൻസിപ്പാൾ സഹല ബീഗം, വൈസ് പ്രിൻസിപ്പാൾ അബ്ദുൾ റഷീദ്, അതുപോലെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷാകർത്താക്കളെയും വളരെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇത് നല്ലൊരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് നമ്മളെ കുട്ടികളുടെ പരിപാടി കേൾക്കാനാണ് കൂടുതൽ രക്ഷിതാക്കൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ കൂട്ടത്തു കൂടെ നമ്മളെ ഈ സ്കൂളിൻ്റെ വളർച്ചയും ഇതിൻ്റെ സ്റ്റാഫിൻ്റെയും അതേപോലെ ഇവിടുത്തെ പ്രിൻസിപ്പാള്, വൈസ് പ്രിൻസിപ്പാള് ഇവരൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ പരിപാടികൾ വിജയിക്കേണ്ടത്. ഇതിൻ്റെ വിജയത്തിനുള്ള ഏറ്റവും ഇത് രക്ഷിതാക്കളെത്തുന്നതാണ് ഉണ്ടാകേണ്ടത്. രക്ഷിതാക്കൾ കഴിയുന്നത് വരെ എല്ലാവരും നല്ല രീതിയിൽ അച്ചടക്കത്തിലിരുന്നത് കുട്ടികളെ പരിപാടി വൻപം വിജയമാക്കി ആക്കുക. ഇത് നമ്മളെ പരിപാടി, നമ്മളെ സ്കൂളിൻ്റെ പരിപാടി, അതായത് ഈ നമ്മളെ ഈ മഹലിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് നല്ലൊരു ഇതുണ്ട്, എല്ലാവരും സഹകരിക്കലുണ്ട് എല്ലാ വിഷയത്തിലും. ഇതിനും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, വിദ്യാഭ്യാസം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കടമയാണ് എന്നുള്ളതും വിദ്യ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് എന്നുള്ളതും നല്ലതുപോലെ തിരിച്ചറിയുന്ന ഒരു സാമൂഹ്യ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാനിത് പറയാൻ കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്തും എല്ലാ സ്കൂളുകളിലും നല്ലതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള വാർഷികാഘോഷങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. അവിടങ്ങളിലെല്ലാം മുമ്പുണ്ടായിരുന്നതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തുന്ന ഒരാഘോഷ പരിപാടിക്കപ്പുറത്ത് നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും, അതിൻ്റെ PTA കമ്മിറ്റി, അതുപോലെ രക്ഷിതാക്കൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം ചേർന്ന് ഒരു നാടിൻ്റെ ഉത്സവമാക്കി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അത് അൺഎയ്ഡഡ് മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള മദ്രസയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള ഇത്തരം സ്ഥാപനങ്ങളും ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്, വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം പാഠ്യപ്രവർത്തനം മാത്രമല്ല, അതിനപ്പുറത്ത് മാനവിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പാഠ്യവും പാഠ്യേതരവുമായ പ്രവർത്തനങ്ങളിൽ ഈ സ്കൂളും വളരെ മുന്നിലാണ്. ഒരുപാട് കുട്ടികളിൽ മൂല്യബോധം വളർത്തുന്ന രൂപത്തിലേക്കുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലെല്ലാം ചില പരിപാടികളിലൊക്കെ തന്നെ ഭാഗമാക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെയോ ഒക്കെ തന്നെ പിന്നെ അവർക്ക് കൂടി അവസരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലാണെങ്കിൽ പോലും അത്തരം ആളുകളെ നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന ഏത് അന്താരാഷ്ട്രപരമായിട്ടുള്ളതും ഏത് സാങ്കേതിക വിദ്യയുള്ളതാണെങ്കിലും ഏത് പുതിയ കാലത്തെ പുതിയ പരിഷ്കരിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളും നമ്മുടെ കുട്ടികൾക്കും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ളത്
അത് നമ്മുടെ നാട്ടിലും വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും അതിനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതിൽ നമുക്ക് വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ഈ സ്ഥാപനത്തെ നമുക്ക് ഓർക്കാം. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കലയുടെയും സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള പ്രകടനത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായി ഇത്തരം സ്ഥാപനങ്ങൾ മാറുമ്പോൾ നാട്ടിൽ ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ സമൂഹം സജ്ജമാവുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതോടൊപ്പം തന്നെ കുട്ടികളെ പഠനത്തോടൊപ്പം ജീവിതത്തിലും വലിയ വിജയം കൈവരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായി വരുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു സൂചകമാണ്. അതുകൊണ്ട് ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഇടപെടലുകളെല്ലാം നടത്തുന്ന പീസ് പബ്ലിക് സ്കൂൾ ഇനിയും ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം കുട്ടികളുടെ പാഠ്യവും പാഠ്യേതരമായ എല്ലാ രംഗങ്ങളിലും അവരുടെ ഒരു സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് ലഭ്യമാകുന്ന രൂപത്തിലേക്ക് മാറാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈയൊരു വാർഷിക ആഘോഷം ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് പീസ് പബ്ലിക് സ്കൂൾ. മനുഷ്യൻ്റെ ജീവിതചക്രത്തിൽ ശൈശവത്തിനും ബാല്യത്തിനും ഉണ്ടായിരുന്ന വെല്ലുവിളികളും ബാലാരിഷ്ടങ്ങളും കടന്ന് ഇന്ന് 2023 കൗമാരത്തിലേക്ക് കാലുവെക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ യുക്തിയോടെ മുന്നോട്ട് പോവേണ്ട സമയം എത്തിക്കഴിഞ്ഞു. ബാഹ്യവും ആന്തരികവുമായി ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന വലിയ ലക്ഷ്യമാണ് ഇനി കമ്മിറ്റിക്ക് മുമ്പിലുള്ളത്. ഇല്ലായ്മയിൽ നിന്നും ന്യൂനപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ 2010 ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചതായിരുന്നു ഈ സ്ഥാപനം. 2014 അനിയന്ത്രിതമായ അഡ്മിഷൻ കാരണം സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറേണ്ട ആവശ്യകത അനിവാര്യമായി വരികയും അൻസാറുൽ ഇസ്ലാം മദ്രസ ആൻഡ് മസ്ജിദ് കമ്മിറ്റിയുടെ കരുത്തനായ സാരഥി മുൻ ചെയർമാൻ കാമ്പ്രത്ത് മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ പള്ളി കമ്മിറ്റി സ്കൂളിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് അനുദിനം സ്കൂൾ വളർന്നു വന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തും മറ്റ് ഇതര CBSE സ്കൂളുകൾക്കൊപ്പം കിടപിടിക്കാൻ നമുക്കും സാധിച്ചു. നിലവിലെ കമ്മിറ്റിയിലെ കരുത്തരായ നേതൃത്വം സ്കൂളിൻ്റെ പോരായ്മകൾ നികത്തി മമ്പാട് പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള CBSE സ്കൂളുകൾക്കൊപ്പം എത്തിക്കാനുള്ള ശ്രമം നടത്തിപ്പോരുന്നു. 2022-23 ആനുവൽ റിപ്പോർട്ട് വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല. എല്ലാം സമാഹരിച്ച് ഒരു സ്പെഷ്യൽ എഡിഷൻ സപ്ലിമെൻ്റ് ഇവിടെ പ്രകാശനം ചെയ്യുന്നതോടെ എൻ്റെ ഈ വർഷത്തെ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാവും. സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, വിമർശിച്ചവർ, പ്രോത്സാഹിപ്പിച്ചവർ എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ആനുവൽ റിപ്പോർട്ട് അടങ്ങിയ സപ്ലിമെൻ്ററി പ്രകാശം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ നടത്താൻ വേണ്ടി എൻ്റെ സഹപ്രവർത്തകനും അതുപോലെ തന്നെ മലപ്പുറം സെൻട്രൽ സഹോദയയുടെ കരുത്തനായ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ അനീസ് സാറിന് അവസരം ഒരുക്കിക്കൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആനുവൽ റിപ്പോർട്ടിൻ്റെ സമയത്ത് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഷഹലാമയം പറഞ്ഞ പോലെ വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. 78ഓളം CBSE സ്കൂളുകൾ അംഗങ്ങളായിട്ടുള്ളൊരു സംഘടനയാണ് മലപ്പുറം സെൻട്രൽ സഹോദയ. മലപ്പുറം സെൻട്രൽ സഹോദയ കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെല്ലാം പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടോ ആ പ്രോഗ്രാമുകളെല്ലാം ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തൊരു സ്ഥാപനമാണ് മമ്പാട് പീസ് പബ്ലിക് സ്കൂൾ. ഇക്കഴിഞ്ഞ CBSE ജില്ലാ കലോത്സവത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാപ്പിളപ്പാട്ടിൽ, നമുക്കറിയാം മലപ്പുറം ജില്ല മാപ്പിളപ്പാട്ടിന് വളരെ പ്രശസ്തിയുള്ള ജില്ലയാണ്. മാപ്പിളപ്പാട്ടിൽ ഈ 78 സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ വീതമാണ്, ഒരു സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ വീതമാണ്. 78 സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ വീതം വരുമ്പോൾ 150ൻ്റെ മുകളിൽ കുട്ടികളിൽ നിന്ന് 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ ഈ പീസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി കഴിയുകയും മൂവാറ്റുപുഴ
CMI സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാന CBSE കലോത്സവത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരെയും അതിനെല്ലാം മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഷഹല മാമിൻ്റെ എല്ലാം കഴിവാണ്. അതിന് നിസ്വാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനെയും ഈ രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് ഈ സ്കൂൾ വലിയ ഒരു പുരോഗതിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പല യുവജനോത്സവ പരിപാടി നടത്തുന്നതിലെല്ലാം ഈ സ്കൂളിൻ്റെ പ്രാതിനിധ്യം വിളിച്ചറിയിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനം ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു 7th സ്റ്റാൻഡേർഡ് മാത്രത്തിൽ ഒതുങ്ങി നിന്നാൽ പോരാ. അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്ഥാപനം നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ കമ്മിറ്റിക്കും അതുപോലെ നമ്മുടെ നാട്ടുകാർക്കും അതിനുള്ള സഹായം നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ പരിപാടിക്ക് എന്നെ വിളിച്ച ഈ കമ്മിറ്റിയോടും അതുപോലെ പ്രിൻസിപ്പാളോടും വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാർഡിലെ മെമ്പർ എന്ന നിലയ്ക്ക് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പീസ് പബ്ലിക് സ്കൂളിൻ്റെ 13ാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മളെല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത്. 13 വർഷം മുമ്പ് പീസ് പബ്ലിക് സ്കൂൾ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ചാളുകളുടെ പരിശ്രമ ഫലമായാണ് നമ്മുടെ സ്കൂൾ സ്ഥാപിതമായത്. അന്ന് സ്കൂൾ സ്ഥാപിതമായ അവരുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. മമ്പാട് പഞ്ചായത്തിലെ എല്ലാ മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസം താങ്ങാവുന്ന കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ നൽകുക എന്ന ഉദ്ദേശമായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപിക്കാനുള്ള കാരണം. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൈശവം പിന്നിട്ട് ബാല്യം പിന്നിട്ട് നമ്മളിപ്പോൾ യുവത്വത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മമ്പാട് പഞ്ചായത്തിലെ എല്ലാ ആളുകളുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയിൽ നമ്മുടെ മുൻ ഭാരവാഹികളും അവരുടേതായ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹികൾ വന്നു അതിലേറെ ഉഷാറിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയും നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് മമ്പാട് പഞ്ചായത്തിന് നല്ല വിദ്യാഭ്യാസ മേഖല നല്ല സംഭാവന നൽകുന്ന ഒരു സ്ഥാപനം ഭാവിയിലായി തീരുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായം ഇനിയും ലഭിക്കണം. അതുപോലെ തന്നെ കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പീസ് പബ്ലിക് സ്കൂളിൻ്റെ 13ാം വാർഷികത്തിൽ ഇവിടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ പ്രസിഡന്റ്, മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ അനീസ് സാർ, അതുപോലെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I have a chance to give me a gratitude to all. ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഈ വൈകിയ വേളയിൽ എൻ്റെ പ്രസംഗം ഞാൻ നീട്ടി പറയുന്നില്ല. എങ്കിലും ഒരു ഔപചാരികയൊന്നുമില്ലാതെ ഈ സ്ട്രിപ്പ് 2K23 ഇത് ഭംഗിയാക്കാൻ ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാന്യനായ നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവർക്ക് ആദ്യമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മളുടെ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് മുസ്തഫ സർ, അനീഷ് സർ, അബ്ദുള്ള സർ, എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, ഈ സദസ്സ് ഭംഗിയാക്കാൻ, മനോഹരമാക്കാൻ ഈ വേളയിൽ എത്തിച്ചേർന്ന നമ്മുടെ പീസ് പബ്ലിക് സ്കൂളിനെ നെഞ്ചേറ്റിയ എൻ്റെ പ്രിയ രക്ഷിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ എൻ്റെ പിഞ്ചുകുരുന്നുകൾ, എൻ്റെ സഹപ്രവർത്തകർ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ വേദി ഇത്രയും മനോഹരമാക്കാൻ, നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ഞാൻ വിട്ടുപോയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഓൾ.